അള്ളാഹു ബഹുമാനിച്ച വസ്തുക്കളെ, അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞ, ആദരിക്കാൻ പറഞ്ഞ ആളുകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. അള്ളാഹു നിന്ദിച്ച വസ്തുക്കളെ നിന്ദിക്കുകയും അള്ളാഹു നിന്ദിച്ചതാകുന്ന ഇബ്ലീസ് അടക്കമുള്ള വസ്തുക്കളെ പരിപൂർണമായി നിന്ദിച്ചുകൊണ്ട് ലഅനത്ത് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ അതേപോലെ നിലകൊള്ളുകയും ചെയ്യണം. അതാണ് ഇസ്ലാമിന്റെ ബേസിക്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനം അതാണ്. അവിടെ നിന്നാണ് എല്ലാം ഉൾത്തിരിഞ്ഞു വരുന്നത്. ആദരവായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രബോധനത്തിന് വേണ്ടി നൽകി. വളരെ ശ്രദ്ധിക്കണം ഞാൻ ഈ പറയുന്ന ഓരോ വിഷയങ്ങളും. തുടക്കം മുതൽ നല്ല ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ ഈ വിഷയങ്ങൾ മനസ്സിലാവുകയുള്ളൂ. സുന്നത്ത് ജമാഅത്താണ് ഈ പറയുന്നത്. എല്ലാവരും നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഈ ലോകത്തുള്ളതാകുന്ന വിശ്വാസി ജനങ്ങളെ അവരെ നന്നാക്കാൻ വേണ്ടിയും അവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് നൽകുന്നതിന് വേണ്ടിയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിലായി പ്രവാചകന്മാരെ ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടുണ്ട്. 1,24,000 അമ്പിയാക്കൾ, അതിൽ 313 മുർസലീങ്ങളടക്കം ഈ ലോകത്ത് പ്രബോധനവുമായി കടന്നു വന്നിട്ടുണ്ട്. അവരിൽ ഏറ്റവും ശ്രേഷ്ഠരായ പ്രവാചകന്മാർ 5 പേരാണ്. നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചതാണ്. അവർക്ക് ഉലുൽ അസ്ം എന്നാണ് പേര് പറയുക. 1,24,000 അംബിയാ മുർസലുകളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠരാകുന്ന ആളുകൾ, പ്രവാചകന്മാർ ഉലുൽ അസ്ം എന്ന പേരിൽ അറിയപ്പെടുന്നു. 1 സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി, 2 സയ്യിദുനാ ഇബ്രാഹീം, 3 സയ്യിദുനാ മൂസാ, 4 സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം, 5 സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം. ഇവരിൽ ഇസ്ലാമിക ശരീഅത്തുമായി ആദ്യം കടന്നു വന്നത് നൂഹ് നബിയാണ് എങ്കിലും വആഖിറുഹും ബിദ്ദറജതി സയ്യിദുനാ നൂഹ് ശഫീഉനാ റസൂലുള്ളാഹി, ഇവരിൽ ഏറ്റവും പദവി കൊണ്ട് ഏറ്റവും അവസാനമായിട്ടുള്ളത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ശരീഅത്ത് കൊണ്ട് ആദ്യമായി ലോകത്തേക്ക് നിയോഗിതനായ പ്രവാചകനാണ്, റസൂലാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീഅത്താണ് ശരീഅത്ത്. അവിടെ മുതൽക്കാണ് മതനിയമങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് ആദ്യമായി ശരീഅത്ത് കൊണ്ട് വന്നത് എങ്കിലും ഉലുൽ അസ്മിന്റെ അവസാനത്തെ പട്ടികയിലാണ് അദ്ദേഹത്തെ ദറജയിൽ ഉലമാക്കൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ ഉലുൽ അസ്മിന്റെ പട്ടികയിൽ ഏറ്റവും അവസാനം കടന്നു വന്ന പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ പ്രവാചകനോ ഉലുൽ അസ്മിന്റെ 1ാമത്തെ ശ്രേഷ്ഠതയിലേക്ക്, മർത്തബയിലേക്ക് എത്തുകയും ചെയ്തു. അഥവാ മുഹമ്മദ് നബി മുതലാണ് അതിന്റെ തർത്തീബ് തുടങ്ങുന്നത്. 1 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് സയ്യിദുനാ ഇബ്രാഹീം അലൈഹിസ്സലാം, 3 സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം, 4 സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം, 5 സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം. ഇത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ 5 പ്രവാചകരിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠത മുഹമ്മദ് റസൂലുള്ളാഹി. മുഹമ്മദു സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബി വമിൻ അജമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. എല്ലാ അംബിയാ മുർസലുകളിൽ നിന്നും ശ്രേഷ്ഠരായ 5 പ്രവാചകർ. ആ 5 പ്രവാചകരിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠത മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ ലോകത്തെ ഏറ്റവും അത്യുത്തമ വ്യക്തി ആരാണ്? അഷ്റഫുൽ ഖൽഖാരാൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ പ്രവാചകരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. അഥവാ നമ്മുടെ നബി ആരാൻ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്.
ആ പ്രവാചകർ ഈ ലോകത്തേക്ക് കടന്നു വന്നുകൊണ്ട് പ്രബോധനം നടത്തി. ലോക ജനതയ്ക്ക് മുഴുവനും പ്രകാശം പരത്തി പ്രബോധനം എത്തിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. നബിയേ, തങ്ങളെ ഈ ലോകത്തിന്റെ നെറുകയിലേക്ക് നാം നിയോഗിക്കുന്നത് കാരുണ്യത്തിന്റെ തിരുദൂതരായിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. രണ്ട് കാര്യങ്ങളാണ് അല്ലാഹു ഈ ആയത്തിലൂടെ ഉള്ളടക്കം ചെയ്തിട്ടുള്ളത്. ഒന്ന്, മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ലോക ജനതയ്ക്ക് മുഴുവനും കാരുണ്യത്തിന്റെ തിരുദൂതരാണ്. ഒന്ന്. രണ്ടാമത്തത്, ലോക ജനതയ്ക്ക് മുഴുവനും പ്രബോധകനുമാണ്. എല്ലാവരിലേക്കും നിയോഗിക്കപ്പെട്ട വ്യക്തിത്വമാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനും ചരിത്രത്തിലില്ല എന്നുള്ളത് വിശുദ്ധമായ ഖുർആനിൽ തന്നെ അടിവരയിട്ടിട്ടുണ്ട്. മണലാരണ്യത്തിലെ പ്രവാചകൻ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞൊരു വിഷയം യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങളത് കേൾക്കണം. അതിൽ ഞാൻ ഖുർആനികമായ ചിന്ത വെച്ചുകൊണ്ട് അതിൽ വിവരിച്ചിട്ടുമുണ്ട്. അഥവാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമാണ് ലോക ജനതയിലേക്ക് അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. ആ പ്രവാചകരല്ലാത്തതാകുന്ന ലോകത്ത് കഴിഞ്ഞുപോയ 1,23,999 അംബിയാ മുർസലുകളെയും അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് ഒന്നെങ്കിൽ ഒരു ഗോത്രം, وإلى عاد أخاهم هودا وإلى ثمود أخاهم صالحا وإلى مدين أخاهم شعيبا, ഒന്നില്ലെങ്കിൽ ഒരു പട്ടണത്തിലേക്ക്, ഒരു സ്ഥലത്തേക്ക്. ലോകത്തേക്ക് മുഴുവനുമായിട്ട് നിയോഗിക്കപ്പെട്ട ഒരേ ഒരു പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. ആ പ്രവാചകനെ ഈ ലോകത്തേക്ക് അയച്ചു. പ്രവാചകന്റെ തർബിയത്ത് കൊണ്ടാണ് ജനങ്ങൾ നന്നാവേണ്ടത്. വളരെ ശ്രദ്ധിക്കണം. ആ പ്രവാചകനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ കലാമായ ഖുർആൻ നൽകിയിട്ടുള്ളത്. ആർക്കാണ് ഖുർആൻ നൽകിയത്? നബിക്കാണ് ഖുർആൻ നൽകിയത്. നമ്മുടെ കയ്യിലേക്ക് ഖുർആൻ തരികയായിരുന്നില്ല. ചില ആളുകൾ, ബിദ്അത്തിന്റെ ആളുകൾ പറയാറുണ്ട്, ഖുർആൻ പഠിക്കണം, ഖുർആൻ പഠിക്കണം. ഖുർആൻ അതിങ്ങനെ എടുത്ത് നമ്മൾ മറിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാവൂല. അതിനൊരു താഴ്വരയുണ്ട്. നമുക്ക് നമ്മുടെ ഉസ്താദുമാർ അത് പഠിപ്പിച്ചു തരണം. അതിൻ്റെ അർത്ഥങ്ങൾ ഇങ്ങനെയാണ്. ആ ഉസ്താദിനെ എവിടുന്ന് കിട്ടി? അത് അതിൻ്റെ തഫ്സീറുകൾ, ഇന്ന ഖുർആനിൻ്റെ വിശദീകരണം ഇന്ന ഗ്രന്ഥത്തിൽ നിന്ന് കിട്ടി. അത് ആര് രചിച്ചു? അത് ഇന്ന പണ്ഡിതൻ രചിച്ചു. അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ആരാണ്? അത് ഇന്ന മഹാനാണ്. അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ആരാണ്? അത് ഇന്ന അഇമ്മത്തിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ആരാണ്? അത് താബീഈങ്ങളിൽപ്പെട്ട മഹാനാണ്. അവരുടെ ഉസ്താദ് ആരാണ്? അത് സ്വഹാബത്താണ്. അവരുടെ ഉസ്താദ് ആരാണ്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് അതിൻ്റെ സനദ് ഇങ്ങനെ വരണം, പരമ്പര വരണം. അല്ലാതെ ഒരാൾ കയ്യിലിട്ട് ഖുർആൻ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവനൊന്നും മനസ്സിലാക്കാൻ പറ്റൂല. അപ്പൊ ഖുർആൻ ഒരു വ്യക്തിക്ക് നൽകപ്പെട്ടതാണ്, ഒരു വ്യക്തിക്കാണ് നൽകപ്പെട്ടത്. ആ വ്യക്തിയുടെ പേര് സയ്യിദുനാ റസൂലുള്ളാഹി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അങ്ങനെ തന്നെയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين فإن لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ. وإن كنتم في ريب مما نزلنا على عبدنا, നമ്മുടെ ദാസന്റെ മേലിറക്കപ്പെട്ടതായ വിശുദ്ധമായ ഖുർആനിന്റെ മേൽ നിങ്ങൾ സംശയാലുക്കളാണ് എങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഗ്രന്ഥത്തെ കൊണ്ടുവരണേ ജനങ്ങളെ. ഫഉതൂ ബിസൂറത്തിൻ
മിസ്ലിഹി, ഇതുപോലെയുള്ള ഒരു സൂക്തത്തെ, ഇതുപോലെയുള്ള ആയത്തുകളെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് വിശുദ്ധ ഖുർആൻ അലാ അബ്ദിനാ, നമ്മുടെ ദാസന്റെ മേൽ ഇറക്കിയ ഖുർആൻ. അതിനാണ് ഖുർആൻ പറഞ്ഞത്. നമ്മുടെ ദാസന്റെ മേൽ ഇറക്കിയ ഖുർആനാണ് വിശുദ്ധ ഖുർആൻ. അദ്ദേഹത്തിനാണ് നാം ഖുർആൻ ഇറക്കിയത്. ആരാണ് ഈ ദാസൻ? മുഹമ്മദ് റസൂലുള്ളാഹി. എത്ര സ്ഥലത്ത് പറഞ്ഞു? വെള്ളിയാഴ്ച അൽ കഹ്ഫ് പോകുന്നവരല്ലേ നമ്മൾ? അൽ കഹ്ഫ് സൂറത്ത് പോകുന്നവരല്ലേ? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജഅൽ ലഹു ഇവജാ ഖയ്യിമൻ ലിയുൻസിറ ബഅസൻ ശദീദാ മിൻ ലദുൻ വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്ത് അന്ന ലഹും അജ്റൻ ഹസനാ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. അല്ലാഹുവിനാണ് സർവസ്തുതിയും. എങ്ങനത്തെ പടച്ച റബ്ബാണ്? അവന്റെ അടിമയുടെ മേൽ, അവന്റെ ദാസന്റെ മേൽ അല്ലാഹു ഖുർആനിനെ ഇറക്കി. ദാസൻ ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി. ഖുർആനാണ് ഇതൊക്കെ. അവൻ നബിക്കാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്, നമുക്കല്ല. നമ്മുടെ കയ്യിലോട്ട് ഖുർആൻ തന്നുകൊണ്ട് വിശേഷമില്ല. നബിതങ്ങളാണ് ഖുർആൻ വിശദീകരിച്ച് നമുക്ക് തരേണ്ടത്. لقد من الله على المؤمنين إذ بعث فيهم رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. പരിശുദ്ധ ഖുർആൻ അടുത്ത ആയത്ത്. لقد من الله على المؤمنين. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. ഇദ ബഅസ ഫീഹിം റസൂലാ, അവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയെ അയക്കലുകൊണ്ട് അവർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. അവർക്ക് ഖുർആൻ ഇറക്കൽ കൊണ്ടെന്നല്ല പറഞ്ഞു. ഖുർആൻ ഇറക്കൽ കൊണ്ടല്ല അവർക്ക് അനുഗ്രഹം ചൊരിഞ്ഞത്. പിന്നെന്താ? ഇത് ബഅസ ഫീഹിം റസൂലൻ മിൻഹും, അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകരെ നാം അവർക്ക് നൽകി. ഒരു പ്രവാചകനെ നൽകൽ കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചു. കാരണം ഈ ഖുർആൻ കിട്ടിയിട്ട് കാര്യമില്ല, പ്രവാചകന്റെ ജീവിതം കണ്ടിട്ടാണ്. നബിതങ്ങൾ പറഞ്ഞല്ലോ, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് കണ്ടിട്ട് അതേപോലെ നിസ്കരിക്കണേ, എന്റെ നമസ്കാരം കണ്ട് പഠിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതാണ് വേണ്ടത്, നബിയെ കണ്ടുപിടിക്കാൻ. അല്ലാതെ നബി കൊണ്ടുവന്ന ഗ്രന്ഥം ഇങ്ങോട്ട് മൊത്തത്തിൽ വിഴുങ്ങിയാൽ പോരാ. അത് നമുക്ക് മനസ്സിലാക്കാനുള്ള ശേഷിയും ഇതില്ല. നമ്മൾ ഇജ്തിഹാദിന്റെ മർത്തബ എത്തിച്ച വലിയ മഹത്തുക്കളല്ല. അത് മനസ്സിലാക്കേണ്ട വിഷയമാണത്. وَيُزَكِّيهِمْ وَيُعَلِّمُهُمُ الْكِتَابَ وَالْحِكْمَةَ. പ്രവാചകനെ അല്ലാഹു നിങ്ങൾക്ക് നൽകിക്കൊണ്ട് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. വയുസക്കീഹിം, ആ പ്രവാചകരാണ് അവരെ പരിശുദ്ധിപ്പെടുത്തുന്നത്, ഖുർആനല്ല അവരെ പരിശുദ്ധിപ്പെടുത്തുക. വയുസക്കീഹിം, ആ പ്രവാചകനാണ് തസ്കിയത്ത് ചെയ്യുന്നത്, പ്രവാചകൻ അവരെ പരിശുദ്ധിപ്പെടുത്തുകയാണ്. വയുഅല്ലിമുഹുമുൽ കിതാബ്, ആ പ്രവാചകനാണ് ഖുർആൻ പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് ആ പ്രവാചകനെ നൽകിക്കൊണ്ട് അല്ലാഹു നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ശുദ്ധ ഖുർആൻ. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക്. അടുത്തായത് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, കിതാബുൻ അൻസൽനാഹു ഇലൈക്, തങ്ങളിലേക്കാണ് നാം ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്.
ലിതുഖരിജന്നാസ് മിനൽ-ളുലുമാതി ഇലൻ-നൂർ. ലിതുഖരിജന്നാസ്, തങ്ങളൊന്ന് പുറപ്പെടുവിക്കണം. തങ്ങളാണ് പുറപ്പെടുവിക്കേണ്ടത്. ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരേണ്ടത് തങ്ങളാണ്.